Hi friends, I am Simi from Chandheri in Ernakulam district. In നമുക്ക് ഈ എംബ്രോയിഡറി ഡിസൈൻ എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ please do like, share and subscribe. Thank you. ഡിസൈൻ റെഡ് കളർ കാർബൺ പേപ്പർ യൂസ് ചെയ്ത് ക്ലോത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഓഫ് വൈറ്റ് കളർ കോട്ടൺ ക്ലോത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഫ്രെയിമിൻ്റെ ഡയമീറ്റർ 10 inches ആണ്. നോർമൽ സ്യൂയിങ് നീഡിൽ ആൻഡ് ആങ്കറിൻ്റെ 3 strands ത്രെഡ് എടുത്ത് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. ആങ്കറിൻ്റെ 3 strands ത്രെഡ് എടുത്ത് നമുക്ക് സാറ്റിൻ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വെറുതെ ഓരോ ഡയറക്ഷനിൽ ചെയ്യാതെ ക്യാറ്റിൻ്റെ ഫറ് പോയിരിക്കുന്ന ഡയറക്ഷനിൽ ചെയ്യുവാണെങ്കിൽ അത് കൂടുതൽ ഭംഗിയായിരിക്കും. ഇയറിൻ്റെ ഔട്ട്ലൈൻ സ്റ്റെം സ്റ്റിച്ച് വെച്ച് ചെയ്യാം. 2 ലെയറായിട്ട് കൊടുത്താൽ തിക്കായിട്ട് തോന്നിക്കോളും. ഒരു സിംഗിൾ ഫ്ലൈ സ്റ്റിച്ച് കൊടുത്ത് നമുക്ക് പൂച്ചയുടെ വായ കംപ്ലീറ്റ് ചെയ്യാം. കണ്ണിൻ്റെ ഔട്ട്ലൈൻ സ്റ്റെം സ്റ്റിച്ച് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ബാസ്ക്കറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് 6 strands എടുത്ത് ഫസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻസ് സ്റ്റിച്ച് ചെയ്യണം. ഒരു റോ ഫിനിഷ് ചെയ്യുമ്പോൾ ക്ലോത്തിലേക്ക് കുത്തി ഇറക്കിയിട്ട് വേണം അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ബാസ്ക്കറ്റിൻ്റെ ഇടയ്ക്കുള്ള സ്പേസ് സാറ്റിൻ സ്റ്റിച്ച് വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇടയ്ക്കുള്ള ക്ലോത്ത് കാണുമ്പോൾ അതൊരു അഭംഗിയായിരിക്കും. ഈ ബാസ്ക്കറ്റിൻ്റെ റിമ്മ് ചെയ്യാനായിട്ട് നമുക്കൊന്നെങ്കിൽ ഇവിടെ സാറ്റിൻ സ്റ്റിച്ച് ഫുൾ ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ ബട്ടൺ ഹോൾ സ്റ്റിച്ച് അല്ലെങ്കിൽ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് അടുപ്പിച്ച് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ സാറ്റിൻ സ്റ്റിച്ച് കൊടുത്താലും മതി. 3 strands എടുത്ത് ബട്ടൺ ഹോൾ സ്റ്റാർട്ട് ചെയ്യാം.
2 strands ആങ്കറിൻ്റെ ത്രെഡ് എടുത്ത് സ്ട്രോബെറിയുടെ ലീവ്സ് തയ്ക്കാം. ലേസി ഡേസി വെച്ച് ലീഫ് ഫില്ല് ചെയ്യാം. സ്റ്റെമ്മിന് സ്റ്റെം സ്റ്റിച്ച് തന്നെ കൊടുക്കാം 2 സ്ട്രാൻഡ്സിൽ. കാസ്റ്റോൺ സ്റ്റിച്ച് വെച്ച് നമുക്ക് ഫ്ലവർ തയ്ക്കാം. ഫുൾ 6 സ്ട്രാൻഡ്സ് എടുത്ത് വേണം തയ്ക്കാനായിട്ട്. 10 ലൂപ്പ് വെച്ച് മതിയാവും ഓരോ പെറ്റലിനും. ഒത്തിരി മുറുക്കി വലിക്കരുത്. കൂടുതൽ ടൈറ്റ് ആയാൽ നമുക്ക് നീഡിൽ വലിക്കാൻ ബുദ്ധിമുട്ടാവും. സെൻറ്ററിലൊരു ഫ്രഞ്ച് നോട്ട് കൊടുത്ത് നമുക്ക് ഫ്ലവേഴ്സ് ഫിനിഷ് ചെയ്യാം. ഫുൾ 6 സ്ട്രാൻഡ്സിൽ തന്നെ. സിക്സ് സ്ട്രാൻഡ്സ് എടുത്ത് സ്ട്രോബെറിയുടെ ഔട്ട്ലൈൻ ബാക്ക് സ്റ്റിച്ച് കൊണ്ട് കൊടുക്കാം. അകത്ത് നമുക്ക് ഡിറ്റാച്ച്ഡ് ബട്ടൺ ഹോൾ സ്റ്റിച്ച് വെച്ച് ഫില്ല് ചെയ്യാനായിട്ടാണ്. ഔട്ട്ലൈൻ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡിറ്റാച്ച്ഡ് ബട്ടൺ ഹോൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് റോ ഇതുപോലെ തന്നെ ചെയ്യുക.
ഇതുപോലെ സ്ട്രോബെറി ഫുൾ ഫില്ല് ചെയ്യുക. സ്ട്രോബെറിക്കകത്ത് ഫൈബർ കോട്ടൺ സ്റ്റഫ് ചെയ്യാം. ബാസ്ക്കറ്റിൻ്റെ ഹാൻഡിൽ ചെയ്യാൻ വളരെ സിമ്പിളാണ്. സാധാരണ നമ്മൾ മുടി പിന്നുന്ന പോലെ കുറച്ചധികം നൂല് കുത്തിയെടുത്തിട്ട് പ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഒരു ഫ്ലവർ വോവൻ പൈക്കോട്ട് സ്റ്റിച്ച് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഫുൾ 6 സ്ട്രാൻഡ്സിൽ ചെയ്യാം. ഓൾട്ടർനേറ്റ് ബാസിൻ്റെ ഇടയിൽ കൂടെ എടുത്താൽ മതി. ത്രീ സ്ട്രാൻഡ്സ് ത്രെഡ് എടുത്ത് ബട്ടർഫ്ലൈയുടെ വിങ്സ് തയ്ക്കാം സാറ്റിൻ സ്റ്റിച്ച് വെച്ച്. ഡബിൾ ഷെയ്ഡ് ത്രെഡ് എടുത്തിരിക്കുന്നത്. Hope you like the video. Thanks for watching. Bye bye.